അഖില കേരള യാദവ സഭ വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ 2025-26 വർഷത്തെ SSLC +2 വിജയികൾക്കും മറ്റ് പരീക്ഷകളിൽ ഉന്നതതല വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും വാർഷിക ജനറൽ ബോഡി യോഗവും വെള്ളിക്കോത്ത് വെച്ച് നടന്നു. യാദവ സഭ സംസ്ഥാന സെക്രട്ടറി വിശ്വനാഥൻ മലയാക്കോൾ ഉദ്ഘാടനം ചെയ്തു. മറ്റു സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് യൂണിറ്റ് തലത്തിലുള്ള കരുത്ത് നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. നമ്മുടെ ആൾക്കാരെ വലിപ്പം മാത്രമല്ല, സഹകരണത്തിലും ഓരോ മീറ്റിംഗ് വിളിച്ചാലുള്ള അതിൽ പങ്കാളിത്തവും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശക്തി കണ്ടറിഞ്ഞ് വേണം നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് നമ്മുടെ ചോദിക്കുന്ന ആവശ്യങ്ങൾ അനുവദിച്ചു തരുവാൻ വേണ്ടി. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ എത്രത്തോളം ശബ്ദിക്കുന്നുവോ അത്രത്തോളം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഒന്നും ഉണ്ടാതിരുന്നാൽ ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ആനുകൂല്യവും നമുക്ക് ലഭിക്കുകയില്ല. ഗവൺമെന്റിൽ നിന്നും നേടിയെടുക്കാനുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അതിന് നമ്മൾ എത്ര സംഘടിച്ചാലും എത്രത്തോളം അതിന് പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പോകേണ്ടതുണ്ട്. അതിന് നമ്മുടെ യൂണിറ്റ് തലത്തിലും മറ്റു മേൽ കമ്മിറ്റികളിലും ശക്തമായൊരു പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. യൂണിറ്റ് പ്രസിഡന്റ് ആലക്കോടൻ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV രാജു റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. യോഗത്തിൽ താലൂക്ക് കമ്മിറ്റി അംഗം കമലാക്ഷൻ, യശോദാമ്മ, B നാരായണൻ, K കൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV രാജു സ്വാഗതവും KB ബാബു നന്ദിയും പറഞ്ഞു. ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളായി B നാരായണനെ പ്രസിഡന്റായും, KV രാജുവിനെ സെക്രട്ടറിയായും, KV കൃഷ്ണനെ വൈസ് പ്രസിഡന്റായും, KV ബാബുവിനെ ജോയിന്റ് സെക്രട്ടറിയായും, ഗോപി PV യെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.